ഇത് മുസ്ലിമേ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അംഗീകരിക്കാൻ പറ്റിയതാണോ? ഇതൊക്കെ പറയുമ്പോൾ പിന്നെ എന്താ പറയുകയെന്നോ? മുജാഹിദേ, നിന്നെ ഞങ്ങൾക്കറിയാം, നീ റസൂലുള്ളാന്റെ കഴിവ് വകവെച്ച് കൊടുക്കൂല, അള്ളാന്റെ റസൂലിനെ എല്ലാം കേൾക്കുമെന്ന് നീ വിശ്വസിക്കൂല, നിനക്ക് റസൂലുള്ളാനോട് ബഹുമാനമില്ലല്ലോ, അവിടുത്തോട് സ്നേഹമില്ലല്ലോ, അതാണ് പിന്നെ പറയാറുള്ളത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, ഈ നബി സ്നേഹം വാദിക്കുന്ന കക്ഷികളോട് ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഉള്ളതെന്താണെങ്കിൽ അത് മുഴുവൻ വിശ്വസിക്കുന്നവരാണ് സലഫികൾ. ഇല്ലാത്തതൊന്നും പറയാൻ പോകാറില്ല. അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്തത് അവിടുത്തെ ഹയാത്ത് കാലത്ത് മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടില്ല. വഫാത്തിന്റെ ശേഷവും ഇനി ഖിയാമത്ത് നാൾ വരെ ദീന് പഠിച്ച ഒരൊറ്റ മുസ്ലിമും പറയൂല, പറയാൻ പാടുള്ളതുമല്ല. കാരണം അവിടുന്ന് ജീവിതകാലത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തുറൂനി, നിങ്ങളെന്നെ പുകഴ്ത്തരുത് മുസ്ലിമീങ്ങളെ, നിങ്ങളെന്നെ പ്രകീർത്തിക്കരുത്, നിങ്ങളെന്നെ പ്രശംസിക്കരുത്. ഏതുപോലെ കമാ അത്റത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ, അമിതമായി വർണ്ണിച്ചതുപോലെ, അതാ സ്ഥാനവും വിട്ടുകൊണ്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങളെന്നെ പുകഴ്ത്തല്ല. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ്. ആ ആദർശത്തിന് വിരുദ്ധമായ ഒന്നും എന്നെപ്പറ്റി പറയല്ല. ലോക മുസ്ലിമീങ്ങളോട് അഷ്റഫുൽ ഖൽഖിന്റെ വസിയത്താണ്. ആ വസിയത്ത് നിറവേറ്റുന്നവരാണ് സലഫികൾ. നബി തങ്ങൾ പറഞ്ഞിടത്ത് നിൽക്കുന്നു, അവിടുത്തെക്കുറിച്ച് വിശ്വസിക്കേണ്ടത് മുഴുവൻ വിശ്വസിക്കുന്നു. അവിടുത്തെക്കുറിച്ച് വിശ്വസിക്കാൻ തന്നെ എമ്പാടും നമുക്ക് ഖുർആനിലുണ്ട്, ഹദീസിന്റെ കിതാബുകളിലുണ്ട്. അതിൽ ഒന്നുപോലും മുജാഹിദുകൾ നിഷേധിക്കാൻ തയ്യാറല്ല. നിഷേധിച്ചു എന്ന് തെളിയിക്കാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതേ അവസരത്തിൽ അവിടുത്തെക്കുറിച്ച് അവിടുന്ന് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞപ്പോൾ ജീവിതകാലത്ത് തന്നെ ചില കുട്ടികൾ വിവരമില്ലാതെ ചിലത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉടനെ വിളിച്ച് തിരുത്തിയല്ലോ. കല്യാണത്തിന്റെ മജ്ലിസിലേക്ക് ഹബീബായ നബി തങ്ങൾ കയറി ചെല്ലുന്ന നേരത്ത് ചെറിയ മക്കൾ പാട്ടുപാടുകയാണ്. നബി തങ്ങളെ കണ്ട നേരത്ത് കുട്ടികളുടെ പാട്ടെന്താണ്? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. അഷ്റഫുൽ ഖൽഖിനെ കണ്ടപ്പോൾ അതാ കല്യാണപ്പന്തലിൽ അവരുടെ ബാപ്പ ഉപ്പാപ്പമാര് ബദറിൽ പങ്കെടുത്ത് നടത്തിയ വീരേതിഹാസങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടുന്നതിനിടക്ക് നബിതങ്ങളെ കണ്ടപ്പോൾ കുട്ടികളതാ റസൂലുള്ളാഹിനെ കുറിച്ചായി പിന്നത്തെ വരി പാട്ടുപാടിയത്. എല്ലാം അറിയാവുന്ന, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോൾ അവിടുന്നതാ എന്നെക്കുറിച്ച് ഈ കുട്ടികൾ നല്ല മൗലിദാണല്ലോ ഓതിയത്, നല്ല മദ്ഹാണല്ലോ പറഞ്ഞത് എന്ന് കരുതിയിട്ട് ഈ കുട്ടികളെ വിളിച്ച് സമ്മാനം കൊടുത്തോ? കൊടുത്തില്ലല്ലോ. നബി തങ്ങൾ ഉടനെ ഈ കൊച്ചുമക്കളെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, മക്കളെ ഇതുവരെ പാടിയതൊക്കെ പാടിക്കോ, ഇപ്പറഞ്ഞത് ഇനി പാടരുത് എന്റെ പൊന്നുമക്കൾ. കാരണം എന്താണ്? എന്താണ് കാരണം? അതാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, എന്താണ് കാരണം? നബി തങ്ങൾ വിലക്കിയിട്ടുള്ള അമിത പ്രശംസയിൽ ഇതും പെടുന്നു. നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ക്രിസ്ത്യാനികൾ ഈസബിന് മറിയമിനെ പുകഴ്ത്തിയതുപോലെ പരിധി വിട്ട് എന്നെ പുകഴ്ത്തല്ല. ആ നിരോധത്തിന്റെ കാര്യത്തിൽ ഈ കുട്ടികൾ പാടിയ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ അത് പെടുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ അത് വിലക്കിയതെന്ന് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടില്ലേ. ഞാൻ എന്തിനാണ് ഈ സംഭവം പറയുന്നത്? ചിലരൊക്കെ ഈ ഹദീസ് കേട്ടാ പറയാറുണ്ട്, ക്രിസ്ത്യാനികൾ ഈസ നബിയെ പുകഴ്ത്തിയതുപോലെ പുകഴ്ത്തരുതെന്നേ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ക്രിസ്ത്യാനികൾ ഈസ നബിയെ പുകഴ്ത്തിയത് എന്ത് പറഞ്ഞിട്ടാണ്? ഇബ്നുല്ലാഹ്
ഈസ അല്ലാഹുവിന്റെ മോനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്, മുഹമ്മദ് അല്ലാഹുവിന്റെ മോനാണെന്ന് പറയരുതെന്ന് മാത്രമേയുള്ളൂ, മറ്റെന്തും പറഞ്ഞോളൂ എന്ന് നബി തങ്ങൾ ലൈസൻസ് നൽകിയിട്ടുണ്ട് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അത് പറയാതിരിക്കാനാ നേരത്തെ വിശദീകരണം തരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഈ കുട്ടികൾ ഞങ്ങളിൽ ഒരു നബിയുണ്ട്, ആ നബി ഇബ്നുല്ലാഹ് അല്ലാഹുവിന്റെ മോനാണ് എന്നല്ലല്ലോ ഈ കുട്ടികൾ പാടിയത്. മറിച്ച് യഅലമു മാ ഫീ ഗദി, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അറിയാവുന്ന നബി എന്നേ പറഞ്ഞുള്ളൂ. അതും നബി തങ്ങൾ വിരോധിച്ചില്ലേ? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ എല്ലാം അതാ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുമെന്നേ ഈ മക്കൾ പറഞ്ഞുള്ളൂ. അതിനെ വിധങ്ങൾ കേട്ടപ്പോൾ തിരുത്തുകയാണ്, പറയാൻ പാടില്ലെന്ന് പറയുകയാണ്. ആയത്തിൽ കാണുന്നില്ലേ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ള ഒരാളും തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയൂല. നബി തങ്ങൾ പോലും മറഞ്ഞ കാര്യങ്ങൾ പലതും പറഞ്ഞത് അല്ലാഹ് വഹി കൊടുത്തപ്പോൾ മാത്രമാണ്. വഹിയില്ലെങ്കിൽ നബി തങ്ങളും അതാ മറഞ്ഞ കാര്യം അറിയില്ലല്ലോ. ഈ സത്യമല്ലേ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്? ഇന്നെങ്ങാനും അല്ലാഹുവിന്റെ റസൂല് അതാ ഹയാത്തോടുകൂടി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നാൽ ബുർദ ചെല്ലുന്ന മുസ്ലിയാക്കന്മാരോട്, അതുപോലെ തന്നെ ഈ ബുക്ക് എഴുതിയിട്ടുള്ള മുസ്ലിയാരോട് എന്താണ് അവിടെ നിന്ന് പറയുക? അല്ലാഹുവിന്റെ റസൂൽ അതാ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാ മജ്ലിസിലും ഹാദിറാകുന്നു എന്നൊക്കെ പറയുന്ന വിശ്വസിക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ എന്താ ഇപ്പോൾ പറയുക? അവരോട് പോരാടില്ലേ? അവരോട് യുദ്ധം ചെയ്യില്ലേ? നബി തങ്ങളുടെ പേരിൽ എത്രയെത്ര കളവുകളാ പറയുന്നത്. നബി തങ്ങളുടെ പേരിൽ കള്ളം പറയാൻ മുസ്ലിമേ, ഒരു സാധാരണ മനുഷ്യന്റെ പേരിൽ കള്ളം പറയുന്നത് തന്നെ മഹാപാപമാണ്. അതേ അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളെ കുറിച്ച് കള്ളം പറഞ്ഞാൽ നരകം ഉറപ്പ് തന്നെ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ ബോധപൂർവം കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞവന് വേണ്ടി ബുനിയലഹു ബൈത്തുൻ ഫിന്നാരി, ബുനിയലഹു ബൈത്തുൻ ഫിന്നാരി, നരകത്തിൽ അവന് വേണ്ടിയതാ ഒരു വീട് റെഡിയാണ്. നബി തങ്ങളുടെ പേരിൽ കള്ളം പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്നു. നബി തങ്ങളുടെ പേരിൽ കളവ് പറയരുതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കാത്തത് പറയണ്ട. എന്തൊക്കെയാണ് റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബിക്കുള്ള കാഷ്ടം താഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബി രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് റീഹുൻ തയ്യിബത്തടിക്കുന്നതാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചിലർതാ പാടുന്നു. നബി തങ്ങളെ കുറിച്ച് എന്താ പാടുന്നത്? അവിടുത്തെ കാഷ്ടവും മൂത്രവും ഒക്കെ പരിശുദ്ധമാണ്, അവിടുത്തെ കാഷ്ടം ഭൂമി വിഴുങ്ങലാണ്, അവിടുത്തെ കാഷ്ടത്തിൽ നിന്ന് എപ്പോഴും സുഗന്ധമാണ് അടിച്ച് വീശാറുള്ളത്. ഇങ്ങനെ നബി തങ്ങളെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? പുന്നാര നബി തങ്ങളതാ വിസർജനത്തിന് വേണ്ടി ദൂരസ്ഥലത്തേക്ക് പോകുമ്പോൾ സ്വഹാബിമാര് വെള്ളപ്പാത്രവും കൊണ്ട് പിന്നാലെ പോകുന്നു. എന്നാ നബി തങ്ങളുടെ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ അതാ നബി റസൂലുള്ളാഹിക്ക് വൃത്യവേല ചെയ്തിരുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാര് വെള്ളപ്പാത്രവുമായി കാത്തു നിൽക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞവോ, പൊയ്ക്കോ അനസേ, നീ എന്തിനാ വെള്ളപ്പാത്രവുമായി കാത്തു നിൽക്കുന്നത്? എന്റെതൊക്കെ ശുദ്ധമാണ്, വളരെയേറെ നല്ല രൂപത്തിലുള്ള സുഗന്ധമുള്ളതാണ്, ഇത് കഴുകേണ്ടതില്ല, വെള്ളം കൊണ്ട് മടങ്ങിക്കോ. നബി തങ്ങളത് പറയാറില്ലല്ലോ, അവിടുന്ന് പഠിപ്പിച്ചത് മതി പ്രിയപ്പെട്ടവരെ. അതേ അവസരത്തിൽ അവിടുത്തെ ശരീരം ബറക്കത്തുള്ള ശരീരം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമിനെ കുറിച്ച് മുജാഹിദിന്റെ വിശ്വാസം തെറ്റാണെന്ന് പറയുന്ന കക്ഷികൾ ഇതാ ഇപ്പോൾ ചില പ്രചരണങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. മുജാഹിദുകളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് ബറക്കത്തില്ലെന്ന് പറയുന്നവരാണ്, വിയർപ്പിന് ബറക്കത്തില്ലെന്ന് പറയുന്നവരാണ്, അവിടുത്തെ വസ്ത്രത്തിന് ബറക്കത്തില്ലെന്ന് പറയുന്നവരാണ്, അവിടുത്തെ തിരുശേഷിപ്പുകൾക്ക് ഒരു പ്രാധാന്യവുമില്ലെന്ന് പറയുന്നവരാണെന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നു. വേണ്ട വേണ്ട, ആ രൂപത്തിലുള്ള കള്ളത്തരങ്ങൾ ഇനിയും പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആവില്ല കേട്ടോ. കാരണം ഏത് കാലത്തും മുജാഹിദുകൾക്ക് പറയാനുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു അതാ ചില ബർക്കത്തുകൾ അതാ അവിടുത്തെ ചില ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ സ്വഹാബിമാര് ആഗ്രഹിച്ചിട്ടുണ്ട്. ബറക്കത്ത് കൊടുക്കുന്നവൻ അല്ലാഹയാണ്. അല്ലാഹുവിൽ നിന്നാണ് അനുഗ്രഹവും ബറക്കത്തും പ്രതീക്ഷിക്കേണ്ടത്. അതിന് കാരണമായി നിശ്ചയിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി അതിൽ പെടുന്നു. അവിടുന്നതാ ഉളുവെടുത്ത വെള്ളത്തിന് സഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. നബിതങ്ങളതാ ചുണ്ട് വെച്ച് കുടിച്ച കോപ്പയിൽ തന്നെ ചുണ്ട് വെച്ച് കുടിക്കാൻ സഹാബത്ത് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ വിയർപ്പവര് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതാ അവിടുത്തെ മുടി അവിടുന്ന് ഹജ്ജത്തുള്ളതായിൽ വിതരണം ചെയ്തിട്ടുമുണ്ട്. അതിലൊന്നും ഒരാൾക്കും തർക്കമല്ല. പക്ഷേ സുന്ദരിയായ അനിയത്തിയെ കാണിച്ചു കൊടുത്തിട്ട് വിരൂപിയായ ജ്യേഷ്ഠത്തിയെ കൊടുക്കാനുള്ള തന്ത്രം മുസ്ലിയാക്കളെ വിലപ്പോവില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിന്റെ ബറക്കത്ത് പറഞ്ഞിട്ട് തുപ്പലുപ്പാപ്പാന്റെ തുപ്പല് കുറുക്കിയിട്ട് അതുകൊണ്ട് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ മൊനമ്പത്തി ബീവിയുടെ ജാറത്തിൽ പോവാനും അങ്ങനെ പലരുടെയും കഫവും തുപ്പലുമൊക്കെ കൊണ്ട് നടക്കാനും വസ്ത്രം മുത്താനും അവരുടെയൊക്കെ ശരീരത്തെ മുത്തിമണക്കാനും ഒക്കെയുള്ള തന്ത്രം ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു. പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിനുള്ള ആ ബറക്കത്ത് ശേഷം ഒരാൾക്കുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും ഒരാളും ബറക്കത്തിന് വേണ്ടി എടുത്തു വെച്ചില്ല. ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാ ഏതെല്ലാം കാര്യങ്ങൾക്ക് ബറക്കത്തുണ്ടെന്ന് ഹദീസുകളിലൂടെ മനസ്സിലായിട്ടുണ്ടോ അത് മുഴുവനും മുജാഹിദുകളും അംഗീകരിക്കുന്നു. പക്ഷേ ഇതിങ്ങനെ നീട്ടി പറയുകയാണ് ചിലരൊക്കെ. നബി തങ്ങളുടെ മുടിയുടെ ബറക്കത്തിന്റെ പോരിശ വന്നത് ഇങ്ങനെ ഹദീസ് വായിക്കുന്നു. എന്തിനാ നിങ്ങളിത് വായിക്കുന്നത്? ആരോടാ നിങ്ങളിത് വായിക്കുന്നത്? ആരാ ഇതൊക്കെ നിഷേധിച്ചത്? ഇവിടെ തർക്കം അതല്ലല്ലോ. നബി തങ്ങളുടെ മുടിക്ക് ശ്രേഷ്ഠതയുണ്ടോ എന്നതല്ല തർക്കം. നബി തങ്ങളുടെ മുടിയാണോ മൂപ്പരെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതാണ് തർക്കം. തർക്കത്തിൽ നിന്ന് പല്ലിവാല് മുറിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ സമ്മതിക്കൂല. അങ്ങനെയൊരു തന്ത്രം ഇപ്പോൾ എല്ലാ സ്റ്റേജുകളിലും കാണുന്നുണ്ട്. സർവസ്ഥലത്ത് മുസ്ലിയാക്കന്മാരതാ സ്റ്റേജ് കെട്ടിയിട്ട് പറയുന്നു, മുജാഹിദേ നിന്നെ വിടൂല. നബിതങ്ങളുടെ മുടിയുടെ പോരിശ കേൾക്കണോ? അനസ് റളിയല്ലാഹു അൻഹു എടുത്തില്ലേ? അബൂ തൽഹ വിതരണം ചെയ്തില്ലേ? ഉമ്മു സുലൈം ബീവിയുടെ കയ്യിലുണ്ടായില്ലേ? ഇബ്നു സീരീന്റെ കയ്യിലുണ്ടായില്ലേ? അവരൊക്കെ അതുകൊണ്ട് ബർക്കത്തെടുത്തില്ലേ? നബിയുടെ ജുബ്ബ മുക്കിയ വെള്ളം കൊണ്ട് രോഗശമനം എടുത്തില്ലേ? നബിയുടെ കൈവച്ച ശരീരത്തിന്റെ ഭാഗം തട്ടിയ ഭാഗം ആ വെള്ളത്തിന് വേണ്ടി അവർ തിരക്ക് കൂട്ടിയില്ലേ? എന്തിനാ മുസ്ലിയാക്കളെ ഇത് വിശദീകരിക്കുന്നത്? ആരോടാ നിങ്ങൾ ഇത് വിശദീകരിക്കുന്നത്? ആരാ ഇത് നിഷേധിച്ചത്? ഏതെങ്കിലും അബ്ദുള്ളമാര് ഇത്തരത്തിലുള്ള ഹദീസുകൾ കാണുമ്പോൾ അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ് ചാടിക്കടന്നു പോകുന്നുവെങ്കിൽ അവരോട് പറയുകയല്ലാതെ സലഫികളോട് എന്തിനു പറയണം? മുജാഹിദുകൾ നബിതങ്ങൾ പറഞ്ഞിട്ടുള്ള, നബിതങ്ങളെ കുറിച്ച് സഹാബത്ത് അംഗീകരിച്ചിട്ടുള്ള സർവ്വതും അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷേ തർക്കം അതൊന്നുമല്ല. അവിടുത്തെ മുടിയാണ് മൂപ്പരെ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. കാരണം അവിടുത്തെ പേരിൽ കള്ളം പറഞ്ഞ് ശീലിക്കുന്നയാളാണ് നിങ്ങൾ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു തിരുശേഷിപ്പ്
ലോകത്ത് എവിടെയെങ്കിലും ഉള്ളതായി സ്വഹീഹായ പരമ്പരയോടെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇത് പാവപ്പെട്ട ഞാൻ പറയുന്നതല്ല, ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്. സ്വഹീഹായ ഒരു പരമ്പരയോടുകൂടി, കുറ്റമില്ലാത്ത ഒരു സനദോടുകൂടി അവിടുത്തെ ശരീരത്തിന്റെ തിരുശേഷിപ്പാണെന്ന് പറയാവുന്ന ഒരു വസ്തുവും ലോകത്ത് ഇല്ല. എന്നിട്ടല്ലേ കാന്തപുരത്തിന്റെ കയ്യിലേക്ക് മുടി വരുന്നത്?